ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ വന്ന പുതിയൊരു ഗെയിമിന്റെ അപ്ഡേറ്റ് ആണ്. സോ ഈ ഒരു ഗെയിം കളിച്ചുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കീ ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ സാധാരണ കീ ഏൺ ചെയ്യുന്നത് ഈ ഒരു ഹാംസ്റ്ററിന്റെ മിനി ഗെയിം കളിച്ചിട്ടാണ് കീ ഏൺ ചെയ്യുക. പക്ഷേ നമുക്ക് കുറച്ച് ടഫാണ്, കുറെ പേർക്കൊന്നും ചെയ്യാൻ പറ്റാറില്ല. ഓക്കെ, സോ നമ്മൾ മാക്സിമം അതിന്റെ ഇമേജും ഷെയർ ചെയ്യാറുണ്ട്. സോ ഈ ഒരു എന്താ പറയാ മിനി ഗെയിം കളിച്ചിട്ട് നിങ്ങൾ മാക്സിമം കീ ഏൺ ചെയ്യാൻ നോക്കുക. ഡെയിലി ഒരു കീ മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ വന്ന പുതിയ ഗെയിമിൽ നമുക്ക് ഒരു ദിവസം 4 കീ ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അതങ്ങനെ ഏൺ ചെയ്യാൻ പറ്റും ഞാൻ ഷെയർ ചെയ്യാം. സോ ഇതേപോലെയുള്ള ബാക്കി എല്ലാ അപ്ഡേറ്റ് ടെലിഗ്രാം ചാനൽ പ്രോപ്പർ ആയിട്ട് കിട്ടുന്നതായിരിക്കും. സോ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ഹാംസ്റ്റർ ഓപ്പൺ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഞാൻ ഹാംസ്റ്റർ കോമ്പാക്ട് ഓപ്പൺ ചെയ്യാണ്. സോ ബോട്ട് ഓപ്പൺ ആക്കിയതിനു ശേഷം നമുക്ക് ഈ ഗെയിം ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, സോ ഗെയിം ഡൗൺലോഡ് ചെയ്ത് വേണം കളിക്കാൻ വേണ്ടിയിട്ട്. സോ നിലവിൽ നമുക്കറിയാം നമ്മൾ മുകളിലുള്ള ആ മിനി ഗെയിം കളിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ മിനി ഗെയിം കളിച്ചിട്ടാണ് നമ്മൾ ഇതിൽ ആ കീ ഏൺ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പം നമുക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് ഒരു 4 കീ ഡെയിലി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ താഴെയായിട്ട് ഒരു പുതിയൊരു ഓപ്ഷൻ വന്ന് കാണാൻ പറ്റും. നിങ്ങൾക്ക് താഴെ പ്ലേ ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, ആ പ്ലേ ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ബൈക്ക് റൈഡ് 3D എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഗെയിം കാണാൻ പറ്റും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പ്ലേ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, സോ ഒരു പ്ലേ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നമ്മൾ പ്ലേ സ്റ്റോറിലേക്ക് പോകും. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ഒരു ഗെയിം ഇല്ലതാ, ഈ ഒരു ഗെയിം നമ്മൾ ഡൗൺലോഡ് ചെയ്യും. ഇവിടെ ഇൻസ്റ്റാൾ ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്ത് ഗെയിം ഇൻസ്റ്റാൾ ചെയ്യണം. ഏകദേശം ഒരു എത്ര എം ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, ഒരു 200 MB വരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. സോ ആ ഒരു ഗെയിം നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ആക്കിയിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഗെയിം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ജസ്റ്റ് പ്ലേ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പ്ലേ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ആപ്പ് ഓപ്പൺ ആവും, ഗെയിമിംഗ് ആപ്പ് ഓപ്പൺ ആവും. സോ ഈ ഒരു ആപ്പിൽ വേണം നമ്മൾ ഗെയിം കളിക്കാൻ വേണ്ടി. ഓക്കെ, ഒരു റൈഡിങ് ഗെയിമാണ്. സോ ഇതേപോലെ ഒരു റൈഡിങ് ഗെയിം, ജസ്റ്റ് ഒരു ട്യൂട്ടോറിയലാണ്. ജസ്റ്റ് എന്താ പറയുക, നിങ്ങൾ കളിക്കുന്ന പോലെ ഒരു സൈക്കിൾ റൈറ്റ് ലെഫ്റ്റ് സ്ലൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതായത് നിങ്ങൾക്ക് റൈറ്റിലേക്കാണ് പോകണമെങ്കിൽ റൈറ്റിലേക്ക് സ്ലൈഡ് ചെയ്യുക, ലെഫ്റ്റിലേക്ക് പോകണമെങ്കിൽ ലെഫ്റ്റിലേക്ക് സ്ലൈഡ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ ഈ ഇതിൻ്റെ മുകളിൽ കൂടെ കയറി പോവുക. അങ്ങനെ നിങ്ങൾ ഗെയിം കളിക്കുക. ഓക്കെ, സോ ഞാൻ ഇത് ഫുള്ള് കളിച്ച് കാണിക്കാം, കംപ്ലീറ്റ് ചെയ്യാം, എന്നിട്ട് പറയാം. ഫസ്റ്റ് നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ഗെയിം ആദ്യം കളിക്കാൻ തരും. ഓക്കെ, ട്യൂട്ടോറിയൽ പോലെ ഒരു ഗെയിം കളിക്കാൻ വേണ്ടി തരും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ആ ഫസ്റ്റ് ഗെയിം നിങ്ങൾ കളിച്ച് കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, ഫുള്ള് കളിക്കുക, കംപ്ലീറ്റ് ആക്കുക. അതിനുശേഷം ഇങ്ങനെ ഓപ്പൺ ആവും. ഇവിടെ താങ്കൾക്ക് ബൈസിക്കിൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. അതുപോലെ ബൈസിക്കിൾ മെർജ് ചെയ്യാൻ പറ്റും. മെർജ് ചെയ്ത് നമുക്ക് ലെവൽ കൂട്ടാൻ പറ്റും തോന്നുന്നു. ഓക്കെ, സോ ബൈസിക്കിൾ മെർജ് ചെയ്തിട്ട് ലെവൽ 2 ബൈസിക്കിളായി ഇപ്പോൾ. സോ നമുക്ക് മുകളിൽ ഹാംസ്റ്റർ ഇവൻ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കാണാൻ പറ്റും നമുക്കിവിടെ. ഇപ്പം നമുക്ക് കോഡൊന്നും ഇവിടെ അവൈലബിൾ അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കോഡ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം, ഇവിടെ കാണുന്ന റേസ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, ആ റേസ് ക്ലിക്ക് ചെയ്യുക, വീണ്ടും ഗെയിം കളിക്കുക. ഒരു 3 ഗെയിം നിങ്ങൾ മാക്സിമം കളിക്കുക ഫസ്റ്റ് തന്നെ. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് കളിച്ച് നോക്കാം. ഈ ഒരു ഗെയിം ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഇത് എൻ്റെ രണ്ടാമത്തെ ഗെയിമാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് ജസ്റ്റ് റൈറ്റ് ലെഫ്റ്റിലേക്ക് എന്ത് ചെയ്യുക, സ്ലൈഡ് ചെയ്യുക. ഓക്കെ, റൈറ്റിലേക്ക് സ്ലൈഡ് ചെയ്യുക, ലെഫ്റ്റിലേക്ക് ജസ്റ്റ് സ്ലൈഡ് ചെയ്യുക. അപ്പം സൈക്കിളിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടും മാറും. ഓക്കെ, അങ്ങനെ പ്രോപ്പറായിട്ട് ഒരു ഗെയിം കളിക്കുക, ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, സോ ഞാൻ ബാക്കി കാണിച്ചു തരാം, ഗെയിം കംപ്ലീറ്റ് ആക്കിയിട്ട് കാണിച്ചു തരാം. സോ ഇതേപോലെ ഒരു ഗെയിം കുറച്ച് എത്തിക്കഴിഞ്ഞാൽ ഫിനിഷ് എന്ന് പറഞ്ഞൊരു ബോർഡ് കാണും. അവിടെ എത്തിക്കഴിഞ്ഞാൽ കളി എൻഡ് ആവും. ഓക്കെ, ഇതേപോലെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ഗെയിം എൻഡ് ആവുന്നതായിരിക്കും. സോ ഇപ്പോൾ ഗെയിം എൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇത്ര പോയാൽ മതി. ഒരു 80 ഓട്ടോമാറ്റിക്കലി ഇത് സൈക്കിൾ നിൽക്കും, നമുക്ക് ഒരു റിസൾട്ട് കാണിക്കും. സോ ഇത്രേ ഉള്ളൂ. ഓക്കെ, നമുക്കിവിടെ വാച്ച് ആഡ് ഉണ്ട്, അല്ലെങ്കിൽ നോട്ട് ആൻസ് ഓപ്ഷൻ താഴെ വരും. ആ നോട്ട് ആൻസ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ എന്നാലും ആഡ് വരും. ആഡ് കണ്ടാൽ വീണ്ടും കോയിൻസ് കിട്ടും. സോ ഓട്ടോമാറ്റിക്കലി ബാക്ക് ആയിക്കോളും. ഓക്കെ, അങ്ങനെ ഒരു 3 ഗെയിം നിങ്ങൾ കളിക്കണം. ഇവിടെ നിങ്ങൾക്ക് ഇവൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ആ ഒരു കോഡ് കാണിക്കും. ഇപ്പോൾ കോഡ് കാണിക്കുന്നില്ല, ഞാൻ കോഡ് കാണിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഒരു ബോക്സ് കിട്ടും. ആ ബോക്സിൽ നമുക്ക് ഒരു സൈക്കിൾ കിട്ടും. ഓക്കെ, സോ ഗെയിം കളിക്കുന്ന അനുസരിച്ചിട്ട് വീണ്ടും റേസ് കൊടുക്കുക. ഞാൻ ഒരു 3ാമത്തെ കളിയാണ് കളിക്കുന്നത്. സോ ഈ ഒരു 3 കളി കംപ്ലീറ്റ് ആക്കിയിട്ട് ബാക്കി കാണിച്ചു തരാം. ഗെയിം എന്തായാലും കിടിലൻ ഗെയിമാണ്. കാരണം കളിച്ചിരിക്കാൻ വലിയ ബോറിംഗ് ഒന്നുമില്ല, സിമ്പിളായിട്ട് സുഖമായിട്ട് കളിക്കാൻ പറ്റും. ഓക്കെ, സോ വലിയ ലാഗോ കാര്യങ്ങളൊന്നുമില്ല, സുഖമായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഗെയിമാണ്. സോ ബാക്കി ഞാൻ കാണിക്കാം. ഇപ്പോൾ ഗെയിം എൻഡായി, രണ്ടാമത്തെ ഗെയിം എൻഡായി. ഞാൻ നോട്ട് ആൻസ് കൊടുക്കുകയാണ്. സോ രണ്ടാമത്തെ കളി ഫിനിഷ് ആക്കിയിട്ടുണ്ട്. സോ ഇപ്പോൾ ഇവൻ്റ് നോക്കി ഇപ്പോഴും വന്നിട്ടില്ല. ഒരു 3 ഗെയിം കളിക്കേണ്ട ഒരു മിനിമം എന്നാൽ മാത്രമേ വരുള്ളൂ. സോ നമുക്ക് ലാസ്റ്റ് ഒരു കളി കൂടെ കളിച്ച് നോക്കാം. ഓക്കെ, സോ ഞാൻ 3 കളി ടോട്ടൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ നമുക്ക് ഇവൻ്റ് കാർഡ്, സോ ഇപ്പോഴും കാർഡ് കിട്ടിയിട്ടില്ല. നിലവിൽ ഞാനിപ്പോൾ ഏകദേശം 3 കളി കളിച്ച് വിന്നായി. 3 കളി കളിച്ചിട്ട് എനിക്ക് ആ ഒരു കോഡ് കിട്ടിയില്ല. ഈ ഒരു ഇവൻ്റ് ക്ലിക്ക് ചെയ്താണ് കോഡ് കാണിക്കുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, നേരത്തെ എടുത്ത സ്ക്രീൻഷോട്ട് വെച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ പ്ലേ ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കോഡ് ചോദിക്കും. ഓക്കെ, ഒരു കീ ചോദിക്കും. ആ കീ എങ്ങനെ കിട്ടുന്നത് ഞാൻ കാണിക്കാം. സോ ആ ഒരു ഗെയിം കളിച്ചാലേ കിട്ടുള്ളൂ, ഒരു 4-5 ഗെയിം കളിച്ചാൽ കിട്ടും. ഓക്കെ, സോ ഇതേപോലെ കാണാൻ പറ്റും. മുകളിലായിട്ട് ഈ ഒരു ഇവൻ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവൻ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ അടുത്ത പേജിൽ കാണാൻ പറ്റുന്നതൊക്കെ നമ്മൾ വിന്നായി, അതായത് നമ്മളൊരു കോഡ് പ്രൊമോ കോഡ് വിന്നായതായിട്ട് കാണാൻ പറ്റും. അവിടെ കോപ്പി കോഡ് ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഹാംസ്റ്ററിലേക്ക് തന്നെ വരിക. ഹാംസ്റ്ററിൽ വന്നിട്ട് ആ ഒരു കോഡ് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. റെഡീം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. റെഡീം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കീ കിട്ടും. ഓക്കെ, സോ ഡെയിലി നമുക്ക് 4 കീയാണ് ഏൺ ചെയ്യാൻ പറ്റുക. അതിന് എത്രത്തോളം ഗെയിം കളിക്കണമെന്ന് അറിയില്ല. മേ ബി ഒരു 4-5 ഗെയിമൊക്കെ കളിക്കുമ്പോഴായിരിക്കും ഒരു കീ കിട്ടുക. അങ്ങനെ നിങ്ങളൊരു 10-25 ഗെയിം ടോട്ടൽ കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 4 കീ ഡെയിലി ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ,
സോ 4 കീ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഗെയിം കളിച്ചിട്ട് ആ ഒരു കീ കൂടെ ഏൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അവർ ഇങ്ങനത്തെ ഒരു ഗെയിമൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ആ ഒരു കീ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം കീയും കൂടെ ഏൺ ചെയ്ത് വെക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, സോ ബാക്കി എല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നു. ഡെയിലി റിവാർഡ് ക്ലെയിം ചെയ്യുക, സൈഫർ കോഡ് ക്ലെയിം ചെയ്യുക, ഡെയിലി കോംബോ ക്ലെയിം ചെയ്യുക, മിനി ഗെയിം കളിക്കുക. പിന്നെ ഇപ്പോഴത്തെ പുതിയൊരു ഓപ്ഷനാണ് നമ്മുടെ പ്ലേ ഗ്രൗണ്ട്. അത് കയറിയിട്ട് ഗെയിം കളിക്കുക, കീ ഏൺ ചെയ്യുക. ഓക്കെ, കീ ഏൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾ കോഡ് അവിടെ നിന്ന് എടുക്കുക, 4-5 ഗെയിം കളിക്കുക ആപ്പിൽ. അതിനുശേഷം എന്താ പറയുക, അതായത് ഇവിടെ വരിക, ഇവിടെ നമുക്ക് സൈക്കിൾ മെർജ് ചെയ്യാൻ പറ്റും. സൈക്കിൾ മെർജ് ചെയ്യുക, കൂടുതൽ സ്പീഡുള്ള സൈക്കിൾ മെർജ് ചെയ്ത് ഉണ്ടാക്കുക. ബോക്സ് കിട്ടും, ബോക്സിൽ പുതിയ സൈക്കിൾ കിട്ടും ലെവൽ 1. ലെവൽ 1 കൂട്ടി ലെവൽ 2 ആക്കുക, ലെവൽ 2 കൂട്ടി ലെവൽ 3 ആക്കുക. അങ്ങനെ സൈക്കിൾ കൂടുതൽ ബിൽഡ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം ഇവൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ കോഡ് എടുക്കേണ്ടത്. നിങ്ങൾ 4-5 കളി കളിക്കുമ്പോൾ ഇവൻറ്റിൽ പുതിയ കോഡ് ഇവിടെ വരും. ഓക്കെ, ഇവിടെയായിട്ട് കോഡ് വരും. ആ കോഡ് നിങ്ങൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക, നിങ്ങൾ ആംസ്റ്റർ കൊണ്ട് കൊടുക്കുക, ക്ലെയിം ചെയ്യുക കോഡ്. ഓക്കെ, സോ അത്രേ ഉള്ളൂ, സിമ്പിൾ പ്രോസസ്സാണ്, എല്ലാവരും ചെയ്ത് വെക്കുക. ബാക്കി എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനൽ ഷെയർ ചെയ്യാം. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.